ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 38. ധൂമേന മ്രിയതേ വഹ്നിർ യഥാദർശോ മലേന ച യഥോൽബേനാവൃതോ ഗർഭ തഥാ തേനേദമാവൃതം. വിവർത്തനം. പുക തീനി എന്ന പോലെയും പൊടി കണ്ണാടി എന്ന പോലെയും ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെയും ജീവാത്മാവിനെ വ്യത്യസ്തമായ അളവുകളിലുള്ള കാമം ആവരണം ചെയ്തിരിക്കുന്നു. ഭാവാർത്ഥം: ജീവാത്മാവിൻ്റെ വിശുദ്ധമായ അവബോധത്തെ മൂടിവെക്കുന്നതിന് 3 തലത്തിലുള്ള ആവരണങ്ങളുണ്ട്. പുക തീനെ എന്ന പോലെയും പൊടി കണ്ണാടിയെ എന്ന പോലെയും ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെയും മൂടുന്ന ഈ ആവരണം കാമമാണ്. ഇവ പലതരത്തിലും പ്രകടമാകുന്നു. അതിനെ പുകയോട് ഉപമിക്കുമ്പോൾ അതിലൂടെ ജീവസ്ഫുലിംഗത്തിൻ്റെ തീയിൽ തെല്ലു കാണാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു. ഒരു ജീവസത്ത അല്പം മാത്രം കൃഷ്ണാവബോധം വെളിപ്പെടുത്തുകയാണെങ്കിൽ അയാളെ പുക മൂടിയ തീയോട് ഉപമിക്കാം. പുകയുള്ള സ്ഥലത്ത് തീയുമുണ്ടെന്നിരിക്കലും അത് തുടക്കത്തിൽ തെളിഞ്ഞു കാണുകയില്ല. കൃഷ്ണാവബോധത്തിൻ്റെ ആരംഭഘട്ടത്തെ പോലെയാണിത്. കണ്ണാടിയിലെ പൊടി സൂചിപ്പിക്കുന്നത് ആധ്യാത്മിക ചര്യകളാൽ മനസ്സാകുന്ന കണ്ണാടിയെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. അതിനുള്ള ഉത്തമമായ ഉപാധി ഭഗവത് നാമോച്ചാരണം തന്നെ. ഗർഭാശയത്താൽ ആവൃതമായിരിക്കുന്ന ഭ്രൂണം നിസ്സഹായ അവസ്ഥയെ കാട്ടുന്നു. ഗർഭസ്ഥ ശിശുവിന് ഇളകാൻ പോലുമാകാത്ത നിലയാണല്ലോ. അത്തരം ജീവിതം വൃക്ഷങ്ങളുടേതിന് സമമത്രേ. വൃക്ഷങ്ങളും ജീവസത്തകളാണ്. അതിരറ്റ കാമപ്രകടനം മൂലം അവ മിക്കവാറും പ്രജ്ഞാശൂന്യരായി അങ്ങനെ ഒരവസ്ഥയിലാക്കപ്പെട്ടതാണ്. പൊടി മൂടിയ കണ്ണാടി പക്ഷിമൃഗാദികളോടും പുകയ്ക്കുള്ളിലെ തീ മനുഷ്യരോടും ഉപമിച്ചിരിക്കുന്നു. മനുഷ്യരൂപമെടുത്താൽ ജീവന് തെല്ലൊരു കൃഷ്ണാവബോധം വീണ്ടു കിട്ടിയേക്കാം. പിന്നീട് വികാസം പ്രാപിച്ചാൽ ആധ്യാത്മിക ജീവിതത്തിൻ്റെ സ്ഫുലിംഗങ്ങൾ ആ രൂപത്തിൽ ജ്വലിപ്പിക്കാനും കഴിയും. തീയുടെ ചുറ്റുമുള്ള പുകമറയെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ആളിക്കത്തിക്കാം. ജീവന് ഭൗതികത്വത്തിൻ്റെ കെട്ടഴിഞ്ഞു കിട്ടാൻ അവസരം നൽകുന്ന ഒന്നാണ് മനുഷ്യജന്മം. മനുഷ്യന് മികവുറ്റ മാർഗദർശിയുടെ സഹായത്താൽ കൃഷ്ണാവബോധത്തിൽ പരിശീലനം നേടി കാമമാകുന്ന ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയും. ശ്ലോകം 39. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണാനലേന ച. വിവർത്തനം. ഒരിക്കലും തൃപ്തിപ്പെടുത്താനാവാത്തതും തീ പോലെ ആളിക്കത്തുന്നതും തൻ്റെ നിത്യശത്രുവുമായ കാമത്താൽ വിവേകശാലികളായ ജീവാത്മാക്കളുടെ വിശുദ്ധമായ അവബോധം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഭാവാർത്ഥം: കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ വീണ്ടും വീണ്ടും എണ്ണ ഒഴിച്ചാൽ തീ കെടുത്താനാവാത്തതുപോലെ ഇന്ദ്രിയഭോഗങ്ങൾ വർദ്ധിപ്പിച്ചതുകൊണ്ട് കാമത്തെയും ശമിപ്പിക്കാൻ കഴിയില്ല എന്നാണ് മനുസ്മൃതി പറയുന്നത്. ഭൗതിക പ്രപഞ്ചത്തിൽ സർവപ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് ലൈംഗിക ഭോഗം. അതുകൊണ്ട് ഈ ലോകത്തെ മൈഥുന്യാകാരമെന്ന് പറയാറുണ്ട്. ലൈംഗിക ജീവിതത്തിൻ്റെ ചങ്ങല എന്നാണ് ഇതിനർത്ഥം. സാധാരണ കുറ്റവാളികളെ ഇരുമ്പഴികൾക്കുള്ളിലാണ് പാർപ്പിക്കുന്നത്. ഭഗവത് നിയമങ്ങളെ അനുസരിക്കാത്ത കുറ്റവാളികളെ ലൈംഗികതയാൽ ബന്ധനസ്ഥരാക്കുന്നു. ഇന്ദ്രിയ സുഖപൂർത്തിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഭൗതിക സംസ്കാരത്തിൻ്റെ മുന്നേറ്റം ജീവന്റെ ഭൗതികതയിലെ സ്ഥിതിയുടെ ദൈർഘ്യം കൂട്ടാനാണ് ഉതകുന്നത്. അതുകൊണ്ട് ജീവനെ ഭൗതിക പ്രപഞ്ചത്തിൽ തളച്ചു നിർത്തുന്ന അജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് കാമം. ഇന്ദ്രിയ സുഖഭോഗത്തിൽ ഒരാൾക്ക് സന്തോഷം ലഭിച്ചേക്കാം. പക്ഷേ വാസ്തവത്തിൽ ആ സന്തോഷാനുഭവം അയാളുടെ പരമശത്രുവാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.